പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ഇങ്ങനെ വളർത്തിയാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, പെൺമക്കളെ വളർത്തുന്നതിന് പ്രത്യേകമായ രീതിയിൽ ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികൾ. ആ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. സാധാരണ വെറുതെയല്ല മക്കളെ വളർത്തുന്ന പോലെ വളർത്താൻ കഴിയില്ല. കാരണം പെൺമക്കളെ വളർത്തുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വേണം പെൺമക്കളെ വളർത്താൻ. കാരണം പെൺമക്കൾക്ക് ഇത്രയും പ്രാധാന്യം നൽകാനുള്ള കാരണം ഒരു പെണ്ണ് നന്നായാൽ ലോകം വരെ നന്നാകുമെന്നാകും. ഒരു പെണ്ണ് നന്നായാൽ ഈ ലോകം വരെ നന്നാകും. എന്തുകൊണ്ടാണ് പെൺമക്കളെ നല്ല നിലയിൽ വളർത്തണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് പറയുന്നത് വെറുതെയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല കൃഷിയിടത്തിൽ വിത്തിറക്കിയാലേ നല്ല വിളവ് കിട്ടൂ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ. അള്ളാഹു പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നല്ല കൃഷിയിടത്തിൽ വിത്തിറക്കിയാലേ നല്ല വിളവ് കിട്ടൂ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, നിസാഉക്കും ഹർസുൽ ലക്കും ഫഅതു ഹർസുക്കും. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിന്റെ ഭാര്യമാര് നിന്റെ കൃഷിയിടമാണ്. നിന്റെ ഭാര്യമാര് പെണ്ണുങ്ങൾ നിന്റെ കൃഷിയിടമാണ്. ആ കൃഷിയിടത്തിൽ നല്ല കൃഷിയിടത്തിൽ വിത്തിറക്കിയാലേ വിളവ് കിട്ടൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, പടച്ച റബ്ബിനെ പേടിയുള്ള ഒരു പെണ്ണിന്റെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അപ്പൊ ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും. ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും, അവളുടെ കുടുംബം നന്നാകും, അവളുടെ നാട് നന്നാകും, അവളുടെ രാജ്യം നന്നാകും. ലോകം നന്നാകാൻ ഒരു പെണ്ണ് നന്നായാൽ സാധിക്കും. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, നിങ്ങൾ പെൺമക്കളെ വളർത്തുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വേണം നിങ്ങളുടെ മക്കളെ വളർത്താൻ. ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച്, മുത്തുനബിയെ കുറിച്ച്, ദീനിനെ കുറിച്ച് നിങ്ങൾ പെൺമക്കളെ വളർത്തുമ്പോൾ ചെറുപ്പം മുതലേ നല്ലതായ ശീലങ്ങളോടുകൂടി വേണം നിങ്ങളുടെ മക്കളെ വളർത്താൻ. അവർക്ക് ലജ്ജ പഠിപ്പിച്ചു കൊടുക്കണം. ഓരോ കാര്യങ്ങളും തെറ്റുകൾ കണ്ടാൽ തിരുത്തുന്ന രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തണം. വെറുതെ വളർത്തിയാ പോരാ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്ക്, ഇന്നത്തെ പെൺകുട്ടികളുടെയൊക്കെ ജീവിതവും അവരുടെ വസ്ത്രധാരണകളും അവരുടെ സംസാരവും അവരുടെ പ്രവർത്തനങ്ങളും നമ്മൾ എടുത്തു നോക്ക്. വളരെ സങ്കടം തോന്നുന്ന രീതിയിലുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ മക്കൾ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത. നാളെ അള്ളാഹു നിങ്ങളോട് അതിനെക്കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് കഴിയുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവേ പടച്ചവനെ, വസ്ത്രധാരണങ്ങളെ പോകട്ടെ, നമ്മുടെ മക്കൾ ഇന്ന് തലമറയ്ക്കുന്നത് പോലും അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു കാലഘട്ടം. തലമറയ്ക്കാറില്ല. വഅദിന്റെ സദസ്സുകളിൽ വന്നിരുന്നിട്ട് പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവർക്കും അറിയാം, പടച്ചവനെ മുടി പുറത്ത് കാണുന്നത് പാപമാണ്, ഔറത്താണ് മുടി. മുടി പുറത്തിടാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്കറിയാം, ഒരു പെണ്ണ് അന്യപുരുഷനോട് സലാം പറയാൻ പാടില്ല. ഒരു അന്യപുരുഷന്റെ മയ്യത്ത് പോലും പെണ്ണ് കാണാൻ പാടില്ല, ആണും കാണാൻ പാടില്ല. പരിശുദ്ധമായി ദീൻ പഠിക്കുന്നതാ. പക്ഷേ മുടിയൊക്കെ ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അത് വളരെ നിസ്സാരമായിട്ട്, അതൊരു പാപമായിട്ട് തന്നെ കരുതുന്നില്ല. മുടി ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നത് നിസ്സാര പാപമല്ല. തലയിലെ മുടികൾ ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു നരകത്തിന്റെ ഒരു തൊപ്പിയാണ് നിന്റെ തലയിൽ വെക്കുന്നത്. അല്ലാഹുവേ, തലച്ചോറ് പോലും ഇങ്ങനെ ഉരുകി ഒലിച്ചു പോവുകയാണ്. അല്ലാഹുവേ, എന്തിന്റെ പേരിൽ തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണിന് പടച്ചറപ്പ് കൊടുക്കുന്ന ശിക്ഷ ഇതാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ. എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ്, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ്. വല്ലാത്ത വേദനയാണ് നബിയേ, വല്ലാത്ത പ്രയാസമാണ് നബിയേ. എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല നബിയേ. അതുകൊണ്ട് എന്റെ അപസ്മാര രോഗമൊന്ന് മാറാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ദുആ
ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. പക്ഷേ ഈ വേദന നീ സഹിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണ്. പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഞാൻ ദുആ ചെയ്താ നിന്റെ അവസ്മാര രോഗം മാറും, പക്ഷേ നീ ക്ഷമിക്കാൻ തയ്യാറായാൽ അല്ലാഹു ഇതിന് പകരം സ്വർഗം തരുമെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട നബിയേ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ. അവിടെന്ന് പ്രവാചകനോട് പറഞ്ഞിട്ട് നടന്നു പോവുകയാണ്. അതാ കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു. പിന്നെയും തിരിച്ച പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, എന്റെ രോഗം മാറാനല്ല, എന്റെ അവസ്മാരം മാറാനല്ല, പിന്നെ എന്തിനാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? എപ്പോഴെവിടെ വെച്ചാണ് ഈ രോഗം വരുന്നതെന്നറിയില്ല. ഈ രോഗം വന്ന് പിടഞ്ഞു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, എന്റെ ഔറത്ത് അന്യ പുരുഷന്മാര് കാണുന്നു നബിയേ. അതുകൊണ്ട് രോഗം വന്ന് പിടഞ്ഞു വീഴുന്ന സമയത്ത് എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ ഒന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമോ നബിയേ? പടച്ചവനെ, രോഗം പിടിച്ച് ബോധം കെട്ട് താഴെ വീഴുന്ന സമയത്ത് പോലും ഒരാളും തന്റെ ശരീരം കാണാൻ പാടില്ല. ആ സമയത്ത് പോലും തന്റെ ഔറത്ത് മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മുത്തുനബിയോട് ദുആ ചെയ്യാനാ പെണ്ണ് പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്നവര്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ പെൺമക്കള്. ആ പെൺമക്കളുടെ വസ്ത്രധാരണയെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? നിന്റെ പൊന്നുമക്കള് ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചു തലമറക്കാതെ നിന്റെ പൊന്നാര മക്കള് നടക്കുന്നത് നീ കാണുന്നവനല്ലേ? അത് പാവമാണെന്ന് നിനക്കറിയില്ലേ? അത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ? അതല്ല ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് നിനക്കറിയില്ലേ? എന്തേ നീ തിരുത്തി കൊടുക്കാത്തത്? അത് നിന്റെ ബാധ്യതയാണല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് 3 വിഭാഗം ആൾക്കാരോട് അല്ലാഹു സംസാരിക്കില്ല, അവരുടെ മുഖത്ത് നോക്കില്ല, അവരോട് അല്ലാഹു കരുണ കാണിക്കില്ല, പടച്ചവനൊരു ദയയും കാണിക്കില്ല. പടച്ചവന് തിരിഞ്ഞു നോക്കാത്ത 3 വിഭാഗമുണ്ട്. അത് കള്ളുകുടിയന്മാരല്ല, പലിശ തിന്നുന്നവനല്ല, വിചരിച്ച് നടക്കുന്നവനല്ല, നമസ്കരിക്കാത്തവനല്ല, അഹങ്കാരിയല്ല. അതിലെ 1ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സഹാബാ, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിന് നിസാരമായി തള്ളിക്കളയുന്ന ഉപ്പാ, നീ നാളെ അള്ളാന്റെ മുന്നില് മറുപടി പറയേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, വാപ്പ ഹാജിയാരാട്, ഹജ്ജ് ചെയ്ത മനുഷ്യനാട്, ഉംറ ചെയ്ത മനുഷ്യനാട്, നമസ്കാരത്തണമ്പുള്ള മനുഷ്യനാട്, പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനാട്, ജനങ്ങളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പടച്ചവനെ, ഉമ്മയുണ്ടല്ലോ, സൗദയും ധരിച്ച് ഹിജാബും ധരിച്ച് കയ്യിലെ തസ്ബീഹും പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നടക്കുന്ന പെണ്ണാ. പക്ഷേ ആ പെണ്ണിന്റെ കൂടെ നടക്കുന്ന പൊന്നാര മകളുണ്ടല്ലോ, അല്ലാഹുവേ, അത് വല്ലാത്തൊരവസ്ഥയാണല്ലോ. മറച്ചിട്ടില്ല, ഔറത്തുകൾ മറച്ചിട്ടില്ല. പടച്ചവനെ, കണ്ടാ സഹിക്കാൻ പറ്റാത്ത രീതിയില് ഇന്നത്തെ നമ്മുടെ പെൺമക്കളുടെ വസ്ത്രദാനമാകുമ്പോ, അപ്പാ നിനക്കറിയുമല്ലോ, നിന്റെ പൊന്നുമകളുടെ ശരീരം കാണുന്നവളാണല്ലോ. ഉമ്മാ, നീയും ഒരു പെണ്ണാണല്ലോ. 15 വയസ്സുള്ളവള്, 16 വയസ്സുള്ള നിന്റെ പൊന്നാര മക്കള് പടച്ചവനെ വസ്ത്രം ധരിച്ച് നടക്കുന്നത് കാണുമ്പോ നാട്ടുകാരന് മുന്നിലേക്ക് ഈ വസ്ത്രം ധരിച്ചിറങ്ങിയാൽ പടച്ചവനെ ഒരുപാട് പേരെ നരകത്തിൽ എത്തിക്കാൻ ഇത് കാരണമാണല്ലോ. എന്തേ നീ തിരുത്താത്തത്? എന്തേ നീ അത് തിരുത്തി കൊടുക്കാത്തത്? നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള മാതാപിതാക്കളോട് പറയുകയാ, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണേ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മക്കളെ
മക്കളെ വളർത്തേണ്ടത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് മക്കള് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു പറയുകയാണ്, മൂന്ന് സമയങ്ങളില് മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് മക്കള് കിടക്കണമെങ്കിൽ, മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് മക്കളെ കയറണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മൂന്ന് സമയങ്ങളിൽ മക്കള് വാപ്പയുടെയും ഉമ്മയുടെയും ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ വാതിലി തട്ടി അനുവാദം ചോദിക്കണം. ഏത് മക്കള്? 25 വയസ്സുള്ള മക്കളല്ല, 20 വയസ്സോ 18 വയസ്സോ 15 വയസ്സോ 10 വയസ്സോ ഉള്ള മക്കളല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ. മഹാന്മാര് പറയുന്നു 7 വയസ്സിലാണ് നമസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത്. അപ്പൊ 7 വയസ്സിന് മുമ്പുള്ളവർ, 7 വയസ്സിനകത്ത് പ്രായമുള്ള ചെറിയ കുട്ടികൾ 3 സമയങ്ങളിൽ വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിൽ കയറണമെങ്കിൽ വാതിലിന്റെ മുന്നിൽ നിന്ന് അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാ ഈ 3 സമയം? 1 സുബഹിക്ക് തൊട്ടു മുമ്പുള്ള സമയം, വെളുപ്പാങ്കാലത്ത്. സുബഹിയുടെ സമയം വെളുപ്പാങ്കാലം. 2 നട്ടുച്ച സമയം. 3 പാതിരാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ വാപ്പാടെയും ഉമ്മാടെയും റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ അനുവാദം ചോദിക്കണം. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബഹിയുടെ തൊട്ടു മുമ്പുള്ള സമയം നല്ല ഉറക്കത്തിന്റെ സമയമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന സമയം, എന്റെ ഒരു ബോധമില്ലാതെ ഉറങ്ങുന്ന സമയമാണ് വെളുപ്പാങ്കാല സമയം. നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുന്നവരാ. കിടക്കുന്ന സമയത്ത് ഒരു മുണ്ടുടുത്തിട്ടാ കിടന്നുറങ്ങാം. ആണുങ്ങളൊക്കെ ഉറങ്ങുമ്പോ ഒരു മുണ്ടൊക്കെ ഉടുത്തിട്ട് കിടന്നുറങ്ങും. പക്ഷെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആദ്യം തിരയുന്നത് ആ മുണ്ടെവിടാണ്. ഉടുത്തിയ മുണ്ട് കാണാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വാപ്പ മുണ്ടില്ലാതെ റൂമിന്റെ അകത്ത് ഉറങ്ങാൻ, സുബഹിക്ക് തൊട്ടു മുമ്പുള്ള സമയം വാപ്പ മുണ്ടില്ലാതെ റൂമിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഉമ്മയുടെ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും ഔറത്ത് തുറന്നു കിടക്കുകയാ. അറിയാതെ നല്ല ഉറക്കത്തില. ആ സമയത്ത് ചെറിയ മക്കള് വീടിന്റെ റൂമിന്റെ അകത്ത് കയറി വന്നാൽ പെൺമക്കള് വാപ്പയുടെ ഔറത്ത് കാണും, ആ മക്കൾ ഉമ്മയുടെ ഔറത്ത് കാണും. കണ്ടെന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കാറില്ല. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പയുടെയും ഉമ്മയുടെയും ഔറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാറില്ല. എന്നിട്ടും അല്ലാഹു പറഞ്ഞു കാണാൻ പാടില്ല. സ്വന്തം മാതാപിതാക്കളുടെ ഔറത്ത് പോലും ഈ ചെറിയ മക്കള് കാണാൻ പാടില്ല. എന്തുകൊണ്ട്? കണ്ടാൽ അവര് വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്രയും സൂക്ഷ്മതയാ വേണ്ടത്. സ്വന്തം മാതാപിതാക്കളുടെ ഔറത്ത് പോലും പ്രായപൂർത്തിയാകാത്ത മക്കള് കാണാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന രംഗം എന്താ? അള്ളാഹുവെ, ഇംഗ്ലീഷ് പടം കാണുന്നത് ഒരുമിച്ചിരുന്ന പ്രായപൂർത്തിയായ മക്കളും വാപ്പായും ഉമ്മായും കൂടെ ഒരുമിച്ചിരുന്ന് അരപ്പാവാടയിട്ട് ആടുന്നവരുടെ ആട്ടം വരെ കാണുന്ന കാലമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മക്കളെ എങ്ങനെ വളർത്തണം? ചുമ്മാതെ വളർത്തിയ സ്വർഗം കിട്ടൂല. പെൺകുട്ടികളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അങ്ങനെ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുമ്പോഴാ സ്വർഗം കിട്ടുക. അല്ലാതെ ഇറച്ചിക്കോടിയെ വളർത്തുന്ന പോലെ വളർത്തിയിട്ട് അറുത്തിരുന്ന പോലെ അല്ല. അങ്ങനല്ല, വളർത്തേണ്ട രീതിയിൽ വളർത്തണം. പെൺമക്കൾക്ക് വളർത്തേണ്ട രീതിയിൽ അവർക്ക് അനുസരണ, ദീന്, ലജ്ജ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കുമല്ലോ, ഉസ്താദെ, ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല, എത്ര പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല? എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അറിയാം, ആണിനും പെണ്ണിനും അറിയാം. ഞാൻ പറയുന്നു, പെൺമക്കളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പടച്ചവനെ, ഇന്ന് ഉമ്മായും മോളും കൂടെ പോകുന്നത് കണ്ട അല്ലാഹു, പടച്ചവൻ, അതൊക്കെ കാണേണ്ട വല്ലാത്ത കാഴ്ചയാ. മത്സരമാണ് രണ്ടുപേരും കൂടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും വഅദുകൾ കേൾക്കുന്നു. മരണവും ഖബറും നരകവും പരലോകവും മഹ്ശറയും സിറാത്തും മീസാനും എല്ലാം വഅദ് കേൾക്കുന്നവരാ. പക്ഷെ എത്ര കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് മാറ്റം വരുന്നില്ല, നന്മ ചെയ്യാൻ കഴിയുന്നില്ല. കരിങ്കല്ല് പോലെ നമ്മുടെ ഹൃദയങ്ങൾ അല്ലാതെ കട്ടിയായി പോയി. എന്തുകൊണ്ട് സഹോദരങ്ങളെ? എല്ലാവരും ഇവിടെ വലിയ വിഷയങ്ങൾ, വരുന്ന വഴിയിലൊക്കെ വലിയ വലിയ പ്രകടനങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിയാലും പൗരത്വ ബില്ലിനെ കുറിച്ച് എല്ലാവരും വലിയ ഭയത്തില. എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി?
കേവലം രണ്ടവന്മാര് കടന്നിട്ടൊരു നിയമം പാസാക്കിയപ്പോ നമ്മളൊക്കെ ഇങ്ങനെ ഭയന്നു കുറയ്ക്കാനുള്ള കാരണം എന്തേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാ സഹോദരങ്ങളെ. നമ്മൾ തിന്നുന്നത് ഹറാം, ചെയ്യുന്നത് ഹറാം, പ്രവർത്തിക്കുന്നത് മുഴുവനും പാപങ്ങൾ അധികരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ശിക്ഷകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എത്ര കൊണ്ടാലും, എത്ര പഠിച്ചാലും, എത്ര കണ്ടാലും എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല? അതിന്റെ ഒരു ഉദാഹരണം എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉസ്താദെ, ഞാൻ എന്റെ മകൻ എന്നെ തല്ലുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. എന്തേപ്പാ നമുക്ക് നന്നാകാൻ പറ്റാത്തത്? ഇമാം റാസി തങ്ങള് തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഈ ചരിത്രം കേട്ടാൽ തന്നെ മനസ്സിലാകും അതിന്റെ കാരണം എന്താ. എത്ര വലിയ നന്മ കേട്ടിട്ടും നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങാത്തതിന്റെ കാരണം എന്താ? ഇമാം റാസി തങ്ങള് തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, മഹാനവറുകളെ പറയുന്നു, 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലതുപോലെ ഈ ചരിത്രം കേട്ടോ. ഈ ചരിത്രം കേട്ടിട്ട് നീ തീരുമാനിക്കൂ, ഈ പറയുന്ന കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യാറുണ്ടോ? അത് ചെയ്യാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത്. അല്ലാഹുവേ, നിനക്ക് നന്നാകാൻ കഴിയാത്തത്, നിനക്ക് നന്മ ചെയ്യാൻ കഴിയാത്തത്, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് മാറ്റം വരാത്തത്, നിന്റെ ഹൃദയം കരിങ്കല്ല് പോലെ കട്ടിയാകാനുള്ള കാരണം ഇതാ. മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അതാ അവിടെ നിന്ന് മഹാനവറുകൾ പറയുന്നു, മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എന്താണ് വിളിച്ചു ചോദിക്കുന്നത്? മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? ലോകത്തിന്റെ നേതാവിനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന പെണ്ണ് മദീനയുടെ തെരുവിലൂടെ വിളിച്ചുകൊണ്ട് നടക്കുമ്പോ സ്വഹാബികൾ കാണിച്ചു കൊടുത്ത പെണ്ണ് ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്, ലോകത്തിന്റെ നേതാവിനെ കാണിച്ചു കൊടുക്കുമ്പോ ഈ പെണ്ണ് പെടന്ന് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് തൗബയുണ്ടോ നബിയേ? എന്റെ പാപം അല്ലാഹു പുറത്തു തരുവോ നബിയേ? പ്രവാചകന്റെ ചാരത്ത് പോയിരുന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന, പെണ്ണ്, നിന്റെ കരച്ചിലൊന്ന് നിർത്ത്, നിന്റെ നിലവിളിയൊന്ന് നിർത്ത്. എന്തിനാ നീ കരയുന്നത്? നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ. കച്ചവടത്തിന് പോയാൽ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ, പോയി കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് അങ്ങനെ ഒരിക്കൽ കച്ചവടത്തിന് പോയപ്പോ, ഇന്നീ സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അന്യ ഒരു പുരുഷനുമായി ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ. ആ ബന്ധത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ആ പെണ്ണ് പറയുകയാണ്, ഞാൻ വ്യഭിചരിച്ചു, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ഒരാളോടും ഞാൻ പറഞ്ഞില്ല, എന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞില്ല. ഒരാളോടും ഞാൻ പറഞ്ഞില്ല, ഒരാളെയും ഞാൻ അറിയിച്ചില്ല. കാരണം ഭർത്താവ് നാട്ടിലില്ല, മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. വേറെ ആരും അറിയാതെ ഞാൻ എന്റെ വയറ്റിനിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു. അങ്ങനെ 9.5 മാസം കഴിഞ്ഞു. അല്ലാഹുവേ, പെണ്ണ് പറയുന്നു, മുത്തുനബിയേ, ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു നബിയേ, ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു നബിയേ. പ്രസവിച്ചു കഴിഞ്ഞപ്പോ എന്റെ പൊന്നുമോന്റെ കഴുത്തു ഞെരിച്ചു കൊന്നുകളഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞാൻ അവിടെ നിന്ന് കൊന്നുകളഞ്ഞു നബിയേ. എന്നിട്ട് മയ്യത്ത് എന്ത് ചെയ്തെന്നറിയുമോ?
എന്നിട്ട് മയ്യത്തെന്താണ് ചെയ്തത്? അവിടെന്ന് കുഴിച്ചിട്ടില്ല. ഈ പെണ്ണ് പറയുന്ന നബിയേ, എന്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ? ഈ പെണ്ണിനൊരു ജോലി ഉണ്ടായിരുന്നു. ഒരു കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. അല്ലാഹുവേ, ഒരു സൈഡ് ബിസിനസ് ആണല്ലോ. അവിടെന്ന് സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. എന്ത് ചെയ്തെന്നറിയുമോ? ഏറ്റവും കൂടുതൽ പവർ കൂടിയ സുറുക്കയുടെ ഭരണിക്കകത്തേക്ക് തന്റെ കുഞ്ഞിന്റെ മയ്യത്തിട്ടടച്ചു വെക്കുകയോ. മാങ്ങയൊക്കെ ഉപ്പിലിടുമല്ലോ, നെല്ലിക്ക ഉപ്പിലിടുമല്ലോ, ഭരണിക്കകത്തിട്ട് വെക്കുന്നത് പോലെ തന്റെ പൊന്നാര മകന്റെ ജനാസയെടുത്തിട്ട് ഭരണിക്കകത്ത് വെച്ചടച്ചു വെക്കുകയാണ്. അതിനകത്ത് കിടന്ന് അഴുകുകയാണ്. അതിനകത്ത് കിടന്ന് അഴുകുകയാണ്. കുഞ്ഞിന്റെ ഇറച്ചി മുഴുവനും അതിനകത്ത് അഴുകിയങ്ങ് ചേരാൻ തുടങ്ങി. എല്ലുകൾ പൊടിയാൻ തുടങ്ങി. എല്ലാം അതിനകത്തേക്ക് ദ്രവിച്ചങ്ങ് തീർന്ന് കഴിഞ്ഞപ്പോ ഒരുപാട് മാസങ്ങൾ അതിനകത്ത് അടച്ചു വെച്ചു. ഒരടയാളവും കാണുന്നില്ല. എല്ലാം അതിനകത്ത് അലിഞ്ഞു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ് ഫജിതുഹാ, ഞാനത് ജനങ്ങൾക്ക് വിറ്റു നബിയേ, കുടിക്കാൻ കൊടുത്തു നബിയേ, കൊടുത്തു കാശാക്കി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. മുത്തുനബി കരയുകയാ. എന്തൊരു പാവമാ പടച്ചവര്, എന്തൊരു പാവമാ പടച്ചവര്. പടച്ചവനെ വ്യഭിചരിച്ചു. വ്യഭിചാരത്തിലുണ്ടായ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കൊന്നുകളഞ്ഞു. അതിനെ പടച്ചവനെ സുറുക്കയുടെ ഭരണിക്കകത്തിട്ട് അടച്ച് എല്ലാം അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞപ്പോ അതുപോലും ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് കാശ് വാങ്ങിയ പെണ്ണല്ലേ. അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാ. എങ്ങനെ കഴിഞ്ഞു പടച്ചവര്? ഈ പെണ്ണിങ്ങനെ ആകാനുള്ള കാരണമെന്ത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഈ പെണ്ണി കഥ പറഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ള ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? നീ ഇങ്ങനെയാകാനുള്ള കാരണമെന്തെന്നറിയുമോ? ഒരു പെണ്ണ് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാ, നബിയെ, എന്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഗൾഫിൽ പോണ പോലെ 2 കൊല്ലൊക്കെ കഴിഞ്ഞ് വരാറുള്ളൂ. പോയി കഴിഞ്ഞാൽ പോയതാ മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ ഒരുത്തൻ വീട്ടിൽ കയറി വന്നു, ശാരീരികമായി ബന്ധപ്പെട്ടു. ഞാനാണെങ്കിൽ ഗർഭിണിയായി. ആരോടും പറഞ്ഞില്ല, പരിസരത്തും ആരുമില്ലാത്തത് കൊണ്ട് ആരും അറിയാതെ ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു. 9.5 മാസം കഴിഞ്ഞു, പ്രസവിച്ചു. ഞാൻ തന്നെ അങ്ങ് കൊന്നു. എന്നിട്ട് ഉപ്പിലിടുന്നത് പോലെ സുറുക്കയുടെ കുപ്പിക്കകത്ത് വെച്ച് അടച്ചു വെച്ചു. അതിനകത്ത് കിടന്ന് അഴുകി ഇറച്ചിയും എല്ലുകളും എല്ലാം ദ്രവിച്ചു. അതിനകത്തേക്ക് അങ്ങ് അലിഞ്ഞ് ചേർന്ന് കളഞ്ഞപ്പോ എടുത്ത് കളഞ്ഞൊന്നുമില്ല. അത് നാട്ടുകാർക്ക് കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ കാശ് വാങ്ങി നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെയാകാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു, ഫഇന്നി അറാ അന്നക തറക്തി സ്വലാത്തൽ അസ്രി, നീ അസർ നമസ്കരിക്കാറില്ലേ എന്നാ ചോദിച്ചേ. ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം, നീ അസർ നിസ്കരിക്കാത്ത ഒരു പെണ്ണല്ലേ എന്ന്. എന്റെ സഹോദരങ്ങളെ, ഞാൻ നമ്മളോട് ചിന്തിക്കുക, എത്ര വലിയ നന്മകൾ കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തും മാറ്റം വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നീ ചിന്തിച്ചു നോക്ക്. അസർ നമസ്കരിക്കാറുണ്ടോ? അസർ നമസ്കരിക്കാത്തവരുടെ ഹൃദയം കഠിനമായി പോകും. നിന്റെ മക്കള് സ്കൂള് വിട്ട് വീട്ടിൽ വരുമ്പോ കുളിപ്പിച്ചു ഭക്ഷണവും കൊടുത്തിട്ട് നീ മദ്രസയിൽ വിടും, നല്ല കാര്യം. ട്യൂഷന് വിടും, നല്ല കാര്യം. പക്ഷെ അസർ നമസ്കരിപ്പിക്കാറുണ്ടോ? കണ്ടവന്റെ കൂടെ ഒളിച്ചോടുമ്പോ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നീ ഇത് ചെയ്യ്. നീ ചോദിക്കുമല്ലോ, 18 കൊല്ലം പോറ്റി വളർത്തി എന്റെ മകള് എങ്ങനെ കഴിഞ്ഞു ഉസ്താദെ ഞങ്ങളെ കളഞ്ഞിട്ട് പോകാൻ? ഞങ്ങൾ വിളിച്ചു കൂവിയിട്ട് പോലും അവള് പരിഗണിച്ചില്ലല്ലോ. എങ്ങനെ പരിഗണിക്കാനാ? എങ്ങനെ പരിഗണിക്കാനാ? എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചത്, നീ അസർ നമസ്കരിക്കാറില്ല എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയുകയാ, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് സിനിമ കണ്ടിട്ടോ സീരിയൽ കണ്ടിട്ടോ നോവല് വായിച്ചിട്ടോ അല്ല പഠിക്കേണ്ടത്. എങ്ങനെയാ വളർത്തേണ്ടത് എന്ന് നിന്റെ നേതാവ് കാണിച്ചു തന്നിട്ടുണ്ട്.
ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് എങ്ങനെയാ? ഉമ്മയില്ലാത്ത ഒരു മകളെ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തി കാണിച്ചു തന്നു. ഒരു പെൺകുട്ടി എങ്ങനെ വളർത്തണമെന്ന് ഫാത്തിമ ബീവിയുടെ ചരിത്രം വായിച്ചാൽ മതി. പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമോളെ വളർത്തിയത് എങ്ങനെയാണെന്ന് ഫാത്തിമ ബീവിയുടെ ചരിത്രം എടുത്തു വായിച്ച മനസ്സിലാക്കും. ആ ചരിത്രം നീയൊന്ന് എടുത്തു വായിച്ചിട്ട് അതുപോലെ വളർത്തു നിന്റെ പെൺമകളെ. ആ മുത്തുനബി എങ്ങനെയാണോ ഫാത്തിമ ബീവിയെ വളർത്തിയത് അതേ രീതിയിൽ നീ നിന്റെ മക്കളെ വളർത്തും. അങ്ങനെ വളർത്തിയാലാ നിനക്ക് അല്ലാഹു സ്വർഗം തരാന്ന് പറഞ്ഞേ. അങ്ങനെ വളർത്തിയാലാ നാളെ മുത്തുനബിയുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുക. അല്ലാതെ നിനക്ക് തോന്നുന്നത് പോലെയല്ല. നിനക്ക് തോന്നുന്ന രീതിയിൽ ഏതെങ്കിലും നായികമാരെ കണ്ടിട്ട് അതുപോലെ വളർത്താ അവരുടെ കൂടെ നിനക്ക് പോകാം. മുത്തുനബി തന്റെ പൊന്നുമോളെ വളർത്തിയ രീതിയിൽ വളർത്തിയ മുത്തുനബിയുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ പോകാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മകളെ വളർത്തേണ്ടെന്ന്. അതുപോലെ വളർത്തിയാൽ മാത്രം പോരാ. തന്റെ പൊന്നാര മക്കളെ വളർത്തി 18 വയസ്സായി പ്രായപൂർത്തിയായി മക്കൾക്ക് വിവാഹപ്രായമായി. അങ്ങനെ വിവാഹപ്രായമായി എത്തിക്കഴിഞ്ഞാൽ ആ മക്കളെ അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുക്കണം. അല്ലാതെ ഏതെങ്കിലും പൊട്ടന്റെ കൈ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. നിന്റെ പെമ്മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് നീ 4 കാര്യം പരിഗണിക്കണം. തുൽഖഹുൽ മർഅതു ലിഅർബഈൻ, 4 കാര്യങ്ങൾ പരിഗണിക്കണം. മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ സൗന്ദര്യമുണ്ടോ എന്ന് നോക്കണം. നിന്റെ മകളെ വിവാഹം കഴിക്കുന്ന പയ്യന് സൗന്ദര്യമുണ്ടോ, അവന് സമ്പത്തുണ്ടോ, കുടുംബമഹിമയുണ്ടോ, ദീനുണ്ടോ, 4 നീ പരിഗണിക്കണം. അല്ലാതെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, സൗന്ദര്യത്തിനേക്കാൾ, സമ്പത്തിനേക്കാൾ, കുടുംബമഹിമയേക്കാൾ നീ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് ഫളുഫറു ബിദാത്തി ദീൻ, ദീനിന് നീ പരിഗണന കൊടുക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വാപ്പമാര് തന്റെ പൊന്നാര മക്കളുടെ വിവാഹപ്രായം എത്തിയപ്പോൾ ആലോചന നടത്തും. ദീനൊന്നും ആരും നോക്കാറില്ല. പണം ഉണ്ടോന്നാ നോക്കുന്നത്. കെട്ടുന്നവന് പണം ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല, ഓന്റെ കെട്ടി കൊടുക്കും. അവൻ എന്തൊക്കെ പോരായ്മയുണ്ട്? അവൻ നിസ്കരിക്കുവോ, പള്ളിയിൽ പോകുവോ, അള്ളാഹുവെ പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നവൻ നോക്കാറില്ല. പണം ഉണ്ടെങ്കിൽ അവന് വിവാഹം കഴിച്ചു കൊടുക്കും, സൗന്ദര്യം ഉണ്ടെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കും, കുടുംബമഹിമ ഉണ്ടെങ്കിൽ പിന്നെ ദീനൊന്നും നോക്കാറില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതെല്ലാം നീ പരിഗണിക്കണം. ദീനിനാണ് നീ മുൻഗണന നൽകേണ്ടത്. ദീനിനാണ് മുൻഗണന നൽകേണ്ടത്. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 18 വയസ്സായി. മുത്തുനബി തന്റെ പൊന്നാര മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമക്കളെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രവാചകന്റെ വീട്ടിലേക്ക് ആലോചനകൾ വന്നു തുടങ്ങി. ഒരുപാട് സ്വഹാബികൾ വന്നു, ഒരുപാട് സമ്പന്നന്മാര് വന്നു, ഒരുപാട് വലിയ സ്വഹാബത്ത്, അബൂബക്കർ തങ്ങൾ ഉൾപ്പെടെ, ഉമർ തങ്ങൾ ഉൾപ്പെടെ പലരും മുത്തുനബിയുടെ മുന്നിൽ വന്നു വിവാഹത്തിന് ആലോചിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തില്ല. പക്ഷെ ആരെയാണ് പ്രവാചകൻ തെരഞ്ഞെടുത്തത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10ാമത്തെ വയസ്സിൽ കൂടിയ സഹാബിയാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയുടെ കൂടെ കൂടിയതാ 10ാമത്തെ വയസ്സിൽ. അലിയാരി തങ്ങൾക്ക് ഫാത്തിമ ബീവിയെ വലിയ ഇഷ്ടമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളെ അലിയാരി തങ്ങൾക്ക് വലിയ ഇഷ്ടമാ. പ്രേമവും പ്രണയമൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു അലിയാരി തങ്ങൾക്ക്. ഒരിക്കൽ അലിയാരി തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, അലിയെ, ഫാത്തിമ ബീവിയുടെ കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ നടക്കുന്നേ? അലിയാരി തങ്ങൾക്ക് അള്ളാഹുവെ ഫാത്തിമ ബീവിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അലിയാരി തങ്ങൾ മുത്തുനബിയുടെ മുന്നിൽ പോയി ചോദിക്കാൻ തീരുമാനിച്ചു. പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് ഫാത്തിമയെ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിക്കാൻ അലിയാരി തങ്ങൾ തയ്യാറായി. അങ്ങനെ അലിയാരി തങ്ങൾ ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പ്രവാചകന്റെ അടുക്കൽ ചോദിക്കാൻ ചെന്നു. പക്ഷേ പ്രവാചകന്റെ ശറഫാക്കപ്പെട്ട മുഖം കണ്ടപ്പോ അലിയാരി തങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്റെ അലിയ വന്നത്? ഒന്നുമില്ല നബിയെ. എന്റെ അലിയ വന്നത്? അലിയാരി തങ്ങൾക്ക് ചോദിക്കാൻ മടി. ഒന്നുമില്ല എന്ന് മിണ്ടാതിരുന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു, അലിയെ, എന്റെ ഫാത്തിമയെ നീ വിവാഹം കഴിക്കുമോ? മുത്തുനബിക്ക് അറിയാമായിരുന്നു അലിയാരി തങ്ങളെ. പ്രവാചകൻ ഇങ്ങോട്ട് ചോദിച്ചു, എന്റെ ഫാത്തിമയെ നീ വിവാഹം കഴിക്കുമോ? അലിയാരി തങ്ങൾ പറഞ്ഞു, നബി, എനിക്ക് സമ്മതമാണ് നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? മഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അലിയാരി തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല.
അലിയാർ റളിയല്ലാഹു തആല അലിയാർ നിങ്ങൾ പറഞ്ഞു, എന്റെ അടുക്കൽ ഒന്നുമില്ല നബിയെ. ഉള്ളത് തുറന്നു പറഞ്ഞു, കള്ളവൊന്നും പറഞ്ഞില്ല, അവിടെയുണ്ട് ഇവിടെയുണ്ടെന്നൊന്നും പറഞ്ഞില്ല, എനിക്കില്ല നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലിയെ, നിനക്ക് ഞാനൊരു പടയങ്കി വാങ്ങി തന്നിട്ടുണ്ടല്ലോ. എവിടെ? വീടിനകത്തുണ്ട് നബിയെ. കൊണ്ടുപോയി വിറ്റാൽ എത്ര രൂപ കിട്ടും? ഒരു 400 ദിർഹം കിട്ടും നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൊണ്ടുപോയി വിറ്റിട്ട് കാശുമായിട്ട് വരാൻ. അലിയാർ നിങ്ങൾ ആ പടയങ്കിയുമായി കമ്പോളത്തിൽ പോയി വിൽക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കഴിഞ്ഞു. അതാ തൊട്ടുപുറകിൽ ഒരു സഹാബി വന്ന് വിളിക്കുന്നു, മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ ആദ്യത്തെ പുതിയാപ്പളയാ. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, എന്തേ അലിയെ ഇവിടെ നിൽക്കണത്? ഫാത്തിമയെ വിവാഹം കഴിക്കണം, അതിന് മഹർ കൊടുക്കണം, അതുകൊണ്ട് ഈ പടയങ്കി വിൽക്കാൻ വന്നതാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എത്ര രൂപയാവും? ഒരു 400 ദിർഹമാകും. അലിയാർ തങ്ങളുടെ കയ്യിൽ 400 ദിർഹം കൊടുത്തിട്ട് ഉസ്മാൻ തങ്ങൾ ആ പടയങ്കി അങ്ങ് വാങ്ങി. എന്നിട്ട് അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയെ, എനിക്ക് പ്രായമായി, എനിക്കെന്തിനാ പടയങ്കി? നീ ഒരു യോദ്ധാവാണല്ലോ, നിന്റെ കയ്യിലിരിക്കട്ടെ. രണ്ടും തിരിച്ചു കൊടുത്തു. അലിയാർ തങ്ങൾ അള്ളാഹുവെ വളരെ സന്തോഷത്തോടെ മുത്തുനബിയുടെ വീടിന്റെ അകത്ത് ചെന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലേക്ക് 400 ദിർഹം കൊണ്ടുപോയി വെച്ചുകൊടുത്തു. പ്രവാചകൻ ചോദിച്ചു, അലിയെ, വലീമ കൊടുക്കണമല്ലോ, നിക്കാഹ് കഴിഞ്ഞാൽ വലീമ കൊടുക്കണമല്ലോ. എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ. ആ സമയത്ത് സഅദ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എന്റെ വീട്ടിൽ ഒരു ആട് നിൽക്കുന്നുണ്ട്, അലിയാർ തങ്ങൾക്ക് ഞാൻ കൊടുത്തേക്കാം. 2 സ്വഹാബികൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഗോതമ്പ് മാവിരിപ്പുണ്ട് നബിയെ, അത് ഞങ്ങൾ അരിച്ചു കൊടുക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ആടും കിട്ടി, ഗോതമ്പ് മാവും കിട്ടി. ആരുടെ വിവാഹമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. വിവാഹം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ഇതിന്ന് പഠിച്ചോണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹത്തിന് സഅദ് തങ്ങൾ അള്ളാഹുവെ അവിടെ നിന്ന് ഒരു ആടിനെ കൊടുത്തു. മറ്റു 2 സ്വഹാബത്ത് കുറച്ച് ഗോതമ്പ് മാവ് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, അലിയാർ തങ്ങൾക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു വീടില്ല. അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും കൂടെ ഈന്തപ്പന ഓലകൾ കൊണ്ട് ചെറിയ ഒരു റൂം കെട്ടി പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിന് മുമ്പ് ഈ ചരിത്രം എല്ലാ മാതാപിതാക്കളും പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ച് വിടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ അലിയാർ തങ്ങൾക്ക് ഒരു ഓലഷെഡ് കെട്ടിക്കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ വിവാഹം കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹമുണ്ടല്ലോ. അള്ളാഹുവേ, ലോകത്തിന്റെ നേതാവിന്റെ പൊന്നാര മകളുടെ വിവാഹം ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യത്തിന് ഭക്ഷണം കൊടുത്തോ, ആവശ്യത്തിന് സ്വർണം കൊടുത്തോ, ആറ് വേണോ, എന്ത് വേണമെങ്കിലും കൊടുത്തോ. പക്ഷേ അനാമത്തായിട്ടുള്ള ചെലവുകളെങ്കിലും നിങ്ങൾ ഒഴിവാക്കണേ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളുടെ കല്യാണം കഴിഞ്ഞു. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്തിനാടാ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറയുന്നത്? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറയുന്നത് വെറുതെയല്ലടാ. ദീനുള്ള പെണ്ണുമായിട്ടുള്ള വിവാഹ ജീവിതം വളരെ മനോഹരമാ. അതുപോലെ സന്തോഷമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. കുടുംബജീവിതം പോലെ സമാധാനവും സന്തോഷവും ആനന്ദവും സുഖവുമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല ചെറുപ്പക്കാരാ. കാരണം അത്രയ്ക്ക് ആനന്ദമാണ്. എന്തൊരു സന്തോഷമെന്നറിയുമോ? അല്ലാഹുവേ, ഒരു സാലികത്തായ പെണ്ണിനെ ഭാര്യയായി കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമടാ ചെറുപ്പക്കാരാ. അതിനൊരു ഭാഗ്യം വേണമടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വളർത്തിയ പൊന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. പടച്ചവനെ, കല്യാണം കഴിഞ്ഞു. അലിയാർ തങ്ങളും ഫാത്തിമയും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവി മണിയറക്കകത്ത് കയറി. അലിയാർ തങ്ങളും കയറി. വീടിന്റെ വാതിലടച്ചു. അലിയാർ തങ്ങൾ മണിയറക്കകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാണ്. പടച്ചവനെ, മണിയറക്കകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിന്റെ തിരിയങ്ങണയ്ക്കുമ്പോ അലിയാർ തങ്ങളൊരു തേങ്ങല് കേൾക്കുകയാണ്. മണിയറക്കകത്ത് വല്ലാത്തവര് കരച്ചില് കേൾക്കുകയാണ്. അല്ലാഹുവേ, ആരാ തമ്പുരാന്? അലിയാർ തങ്ങൾ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്,
പുതുമണവാട്ടി മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ, പിന്നെ എന്തിനാണ് നീ കരയുന്നത്? എന്ത് പറ്റി ഫാത്തിമ? ഫാത്തിമ ബീവി ഒന്നും മിണ്ടുന്നില്ല. അലിയാര് തങ്ങൾ പിന്നെയും ചോദിച്ചു. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അലിയേ, ഈ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കങ്ങ് അണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ, ഈ വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അലിയേ, പടച്ചവനെ എന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പലകയെടുത്ത് നിരത്തിയിട്ട് എല്ലാവരും മണ്ണിട്ട് മൂടിയിട്ട് പോകുമ്പോ അതിനകത്ത് വല്ലാത്ത ഇരുളല്ലേ അലിയേ, അതിനകത്ത് വെളിച്ചമില്ലല്ലോ അലിയേ. എനിക്ക് ഖബർ ഓർമ്മ വന്നു അലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്നിട്ട് തന്റെ ഭർത്താവിനോട് പറയുമ്പോ അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ ഇന്ന് നമ്മുടെ അതിരാത്രിയാണ് ഫാത്തിമ, ഇത് നമ്മുടെ മണിയറയാണ്, ഇത് നമ്മുടെ മണിയറയാണ്. നീ ഇതിനകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്നു, അലിയേ മണിയറ ഇവിടെയല്ല അലിയേ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. 6 അടി മണ്ണിലെ ഖബറിന്റെ അകത്താണ്, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്താണ്. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പുതിയ പളയോട് പുതിയ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളുമായി മണിയറയ്ക്കകത്ത് ചിരിക്കുന്ന മുഖത്തോടെ കിടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു തീരുള്ള പെണ്ണ് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? അലിയേ, ഖബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാ, ഖബർ ഞെരിക്കും അലിയേ, ഖബറിന്റെ അകത്ത് വല്ലാത്ത ശിക്ഷയാണ്. ആ ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചു, ഖബറിന്റെ അദാബുകളെ കുറിച്ചു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് തന്റെ ഭർത്താവിനെ കൊണ്ട് കരയിപ്പിക്കുകയാ. പുതിയ പെണ്ണ് തന്റെ ഭർത്താവിനോട് ഖബറിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, അലിയേ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണ്, നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ദിവസമാണ്, നമ്മൾ ഒത്തുചേരുന്ന ദിവസമാണ്. അതുകൊണ്ട് അലിയേ ഏറ്റവും സന്തോഷമുള്ള ഈ രാത്രി ഉണ്ടല്ലോ, നമ്മുടെ മണ്ണറ മണിയറയാക്കാം അലിയേ. ഈ രാത്രി നമ്മുടെ മണ്ണറ മണിയറയാക്കോ, നമുക്ക് മാറ്റിവെക്കാം അലിയേ. പുതിയ പടയുടെ കയ്യിൽ പിടിച്ചിട്ട് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ എന്ന ദീനുള്ള പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ഇന്ന് നമുക്കൊരുമിച്ച് നമസ്കരിക്കാം, ഇന്ന് നമുക്കൊരുമിച്ച് തൗബ ചെയ്യാം, ഇന്ന് നമുക്കൊരുമിച്ചിരുന്ന് ഖുർആനോദാ. ഇന്നത്തെ രാത്രി മുഴുവനും 6 അടി മണ്ണിലെ ഖബർ മണിയറയാകാറ്. 6 അടി മണ്ണില് പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, അത് മണിയറയാക്കാം, നമുക്ക് മാറ്റിവെക്കാം അലിയേ. ഫാത്തിമ ബീവി പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ എടാ വിവാഹത്തിന്റെ ആർഭാടങ്ങളും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞു. അവസാനം മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ ദീനുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു,
ഒതുവെടുത്തിട്ട് വായിക്കാം. എല്ലാ തിരക്കുകളും കളഞ്ഞില്ലേ, ഇനി പോയിട്ട് ഒതുവെടുത്തിട്ട് വാ. നമുക്ക് രണ്ടുപേർക്കും ശുക്രിന്റെ നമസ്കാരം നമസ്കരിക്കാം. അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്താം. ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ആദിരാത്രിയിൽ മണിയറയ്ക്കകത്ത് കടന്നു വരുന്ന ഭർത്താവിനോട് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ദീനുള്ള കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ഒതുവെടുത്തിട്ട് വാ, നിങ്ങൾ ഇമാമത്ത് നിൽക്കൂ, ഞാൻ പുറകിൽ നിന്ന് നമസ്കരിക്കാം. അങ്ങനെ ആദിരാത്രിയിലെ മണിയറയ്ക്കകത്ത് ഭർത്താവിനെ ഇമാമത്ത് നിർത്തിയിട്ട് ഭാര്യ പുറകിൽ നിന്ന് നമസ്കരിക്കുകയോ. അവിടെ നിന്ന് നമസ്കാരം കഴിയുമ്പോ ഭാര്യ പറയുന്നു, ഇന്നലെ വരെ ഒരുപാട് പാപം ചെയ്തവരാണ്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തവരാണ്, ഇന്ന് മുതലൊരു പുതിയ ജീവിതം തുടങ്ങുകയാണല്ലോ, അതുകൊണ്ട് മണിയറയ്ക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യുക. ഭർത്താവിനോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും പടച്ചുറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ഈ ആദിരാത്രി മണിയറയ്ക്കകത്തിരുന്ന് തൗബ ചെയ്യൂ. തന്റെ ഭർത്താവിനെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുകയാണ്. ദുആ ചെയ്ത് കഴിയുമ്പോ ഭാര്യ പറയുന്നു, ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യൂ. നബി ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ഈ ദുആ ചെയ്യണമല്ലോ. ദീനുള്ള പെണ്ണ് ഭർത്താവിന് പറഞ്ഞു കൊടുക്കും, എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യൂ. അല്ലാഹുവേ, ദുആ എല്ലാം കഴിഞ്ഞു, നിയ്യത്തുകൾ നന്നാക്കി, രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് വിവാഹ ജീവിതം തുടങ്ങി. രണ്ടുപേരും കിടന്നുറങ്ങി. രാവിലെ 4 മണിയാകുമ്പോ പുതിയ പെണ്ണലാറം വെച്ചെഴുന്നേക്കുകയാ. അതാ മണിയറയ്ക്കകത്ത് കിടക്കുന്ന ഭർത്താവിന് വിളിക്കുന്നു, എഴുന്നേക്കിക്കോ, തഹജ്ജുദ് നിസ്കരിക്കാ സമയമായിക്കോ, സുബഹിക്ക് ബാങ്ക് വിളിക്കാ സമയമായിക്കോ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചുണർത്തുകയാണ്. ഭാര്യ പറയുന്നു, ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്നു മുതല് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. എന്റെ ഭർത്താവ് 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാകണം. മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് അവിടെ നിന്ന് കുളിപ്പിച്ച് ഒലുവെടുപ്പിച്ചിട്ട് രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തിരുന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാ. അല്ലാഹുവേ, സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഭാര്യ പറയുന്നു, ഭാര്യയും ഭർത്താവിനും ജമാഅത്തായി നിസ്കരിക്കാമല്ലോ, നിങ്ങൾ ഇമാമത്ത് നിൽക്ക്, നിങ്ങൾ ഇമാമത്ത് നിൽക്ക്, ഞാൻ പുറകിൽ നിന്ന് നമസ്കരിക്കാ. അങ്ങനെ ഭാര്യ ഭർത്താവിനെ ഇമാമത്ത് നിർത്തിയിട്ട് നിസ്കരിപ്പിക്കുകയാ. എടാ ചെറുപ്പക്കാരാ, ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമടാ പൊന്നുമോര്. അതുകൊണ്ടാ പറഞ്ഞത്, ദീനുള്ളതിനെ വിവാഹം കഴിക്കൂ, അല്ലാഹുവിനെ പേടിയുള്ളതിനെ വിവാഹം കഴിക്കൂ. അപ്പാ ഇങ്ങനെയാണ് മകളെ വളർത്തേണ്ടത്, ഇങ്ങനെയാണ് മുത്തുനബി വളർത്തിയത്. അതുകൊണ്ടാണ് ഫാത്തിമ ബീബി ഇങ്ങനെ ചെയ്തു കൊടുത്തത്. അല്ലാഹുവേ, ഫാത്തിമ ബീബിയും മരിയാരിതങ്ങളും മണിയറയ്ക്കകത്ത് കിടക്കുകയാണ്. അവരുടെ ചെറിയ ഓല ഷെഡുണ്ടല്ലോ, ആ ഈന്തപ്പന ഓലകൾ കൊണ്ട് നെയ്ത വീടുണ്ടല്ലോ, കിടക്കാൻ കട്ടിലില്ല, മെത്തയില്ല, വിരിപ്പില്ല, ചരൽ കല്ലുകളായിരുന്നു, ചരൽ കല്ലുകളായിരുന്നു. അവര് കിടന്നത് എന്തിന്റെ മുകളിലാണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാരിതങ്ങളും എന്തിന്റെ മുകളിലാണ് കിടന്നുറങ്ങിയതെന്നറിയോ? അലിയാരിതങ്ങൾക്ക് ആകെയുണ്ടായിരുന്നത് ഒരാടിന്റെ തോലാണ്, ഒരാടിന്റെ തോലാണ്. ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് ഫാത്തിമ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയും അലിയാരിതങ്ങളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയത് ആടിന്റെ തോലിന്റെ മുകളിലോ. വലിപ്പം ചിന്തിക്കു വാപ്പാ, വലിപ്പം ചിന്തിക്കു പെങ്ങള്. ഈ ആടിന്റെ തോലിന്റെ മുകളിലാണ് രണ്ടുപേരും കിടന്നത്. രാവിലെയായ
ആടിന്റെ തോലെടുത്ത് അലിയാര് തങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്തിനെന്നറിയുമോ? അലിയാര് തങ്ങൾക്കൊരു കുതിരയുണ്ടായിരുന്നു.